ബോളിവുഡ് എന്നറിയപ്പെടുന്ന ഹിന്ദി സിനിമകളായിരുന്നു ആദ്യകാലങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർ കൂടുതലായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകാർ ഹിന്ദി സിനിമകൾ എടുക്കുകയും അതുവഴി ബിസിനസ്സുകൾ നടക്കുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കൾക്ക് ലാഭം ലഭിക്കുകയും ചെയ്തിരുന്നു. തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും ഡബ്ബ് ചെയ്തതിലൂടെ, മൊഴിമാറ്റം നടത്തിയതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ കാഴ്ചക്കാരെ ഉണ്ടാക്കി വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കർണാടകയിലെ കന്നഡ ഭാഷയിൽ വരുന്ന സിനിമകൾക്ക് ഒരു മാർക്കറ്റും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇതെന്തൊരു സിനിമയാണ്, ഇത് എന്ത് തരം സിനിമയാണ്, കാണുവാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലാണ് ആൾക്കാർ കന്നഡ സിനിമയെ കണ്ടിരുന്നത്. മറ്റു ഭാഷാ സിനിമകളെക്കാട്ടിലും താഴെയും, എന്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കന്നഡയുടെ മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്ന സമയത്തായിരുന്നു കന്നഡ സിനിമയുടെ തലവര മാറ്റിക്കൊണ്ട് KGF എന്ന് പറയുന്ന സിനിമ എത്തിയത്. ആ ഒരൊറ്റ സിനിമയോടുകൂടി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര വ്യവസായമായി കർണാടകയിലെ കന്നഡ സിനിമ സംഭവിക്കുകയായിരുന്നു അവിടെ ഉണ്ടായത്. പിന്നീട് KGFൻ്റെ രണ്ടാം ഭാഗവും എത്തി. മറ്റുള്ളവരെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ കിട്ടുന്ന മാർക്കറ്റിനെക്കാട്ടിയും വളരെയധികം മാർക്കറ്റ്, ബിസിനസ് നടക്കുന്ന ഏരിയയായിട്ട് കർണാടക മാറുകയും ചെയ്തു. ഒരു സിനിമയ്ക്ക് വരെ 400-500 കോടിയിലപ്പുറത്തേക്ക് പോകുന്നതായിട്ടും കാണുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അതെല്ലാം ഹോംബാല ഫിലിംസിൻ്റെ സിനിമകളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. മറ്റ് പല നിർമ്മാണ കമ്പനികൾക്കും വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരവസ്ഥയായിട്ട് മാത്രം മാറുകയും ചെയ്തു. അവിടെ എന്തുകൊണ്ടാണ് ഋഷഭ് ഷെട്ടി നായകനായിക്കൊണ്ട് കാന്താര എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്? കാന്താര എന്ന സിനിമയുടെ ആദ്യ ഭാഗം കാണുന്ന സമയത്ത് ഇതെന്ത് സിനിമയാണ്, ഇതൊക്കെ ഒരു സിനിമയാണോ എന്ന് വിചാരിക്കുന്നിടത്ത് അതിൻ്റെ അവസാന ഭാഗം ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് നായകൻ്റെ അഭിനയപ്രധാനമായിട്ടുള്ള രംഗങ്ങൾ, ആ അലറി വിളിയിലൂടെ തന്നെ ആ പ്രേക്ഷകരെ ഋഷഭ് ഷെട്ടി കയ്യിലെടുക്കുകയും ആ വർഷത്തെ ദേശീയ അവാർഡ് തന്നെ ഋഷഭ് ഷെട്ടി സ്വന്തമാക്കുകയും ചെയ്തു. വെറും 16 കോടിക്ക് ഇറങ്ങിയ സിനിമ 400 കോടിയിലധികം കളക്ഷൻ ലോകമെമ്പാടും കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഉണ്ടായ ലാഭം ഏറ്റവും വലിയ ലാഭമായിരുന്നു 16 കോടിക്ക് ഇറങ്ങിയ സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ. ഇപ്പോഴിതാ അതിൻ്റെ രണ്ടാം ഭാഗം 100 കോടിയിലധികം നിർമ്മാണ ചിലവിലിറക്കി, 200-300 ദിവസത്തിലധികത്തെ പ്രയത്നം കൊണ്ട് ഇറക്കി. അതും വലിയ വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതും അവർക്ക് അഭിമാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അതിൽ പ്രധാനം ഋഷഭ് ഷെട്ടി നായകനാകുക മാത്രമല്ല സംവിധായകനും കൂടിയായിരുന്നു ആ സിനിമ. ഏറ്റവും കൂടുതൽ ആ പ്രേക്ഷകരെ അതിശയിപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട ലെവൽ.